ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ആ സെൻറ്റൻസസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അവൻ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഹി ഡൂയിങ്? അവൻ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹി. ചെയ്യുക, ഡു. വാട്ട് ഈസ് ഹി ഡൂയിങ്? അവൻ എന്താണ് ചെയ്യുന്നത്? എത്ര ദൂരം? വാട്ട് ഫാർ? അകലെ അല്ലെങ്കിൽ ദൂരം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫാർ. വാട്ട് ഫാർ? എത്ര ദൂരം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എവിടെയായിരുന്നു? വേർ വേർ യു? എവിടെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വേർ. വേർ വേർ യു? നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എപ്പോഴാണ് വന്നത്? വെൻ ഡിഡ് യു കം? വരിക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കം. എപ്പോൾ? വെൻ. വെൻ ഡിഡ് യു കം? നിങ്ങൾ എപ്പോഴാണ് വന്നത്? നിങ്ങൾ എന്താണ് പറഞ്ഞത്? വാട്ട് ഡിഡ് യു സേ? പറയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സേ. വാട്ട് ഡിഡ് യു സേ? നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്താണ് പറയുന്നത്? വാട്ട് യു സേ? പറയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സേ. വാട്ട് യു സേ? നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങളുടെ പക്കൽ എന്താണ്? വാട്ട് യു ഹാവ്? നിങ്ങൾക്ക് എന്തറിയാം? വാട്ട് യു നോ? അറിയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ. എന്ത്? വാട്ട്. നിങ്ങൾക്ക് എന്തറിയാം? വാട്ട് യു നോ? നിങ്ങളൊരു കാര്യം ചെയ്യുമോ? വിൽ യു ഡു വൺ തിങ്? ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. ഒരു കാര്യം, വൺ തിങ്. വിൽ യു ഡു വൺ തിങ്? നിങ്ങളൊരു കാര്യം ചെയ്യുമോ? എന്താണ് കാരണം? വാട്ട് ഈസ് എ റീസൺ? കാരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റീസൺ. എന്താണ്? വാട്ട്. വാട്ട് ഈസ് എ റീസൺ? എന്താണ് കാരണം? നിങ്ങളെ കണ്ടതിൽ സന്തോഷം. നൈസ് ടു മീറ്റ് യു. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മീറ്റ്. നൈസ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഞാൻ സുഖമായിരിക്കുന്നു. നിങ്ങളോ? ഐ ആം ഫൈൻ. ആൻഡ് യു? സുഖമായിരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫൈൻ. ഐ ആം ഫൈൻ. ആൻഡ് യു? ഞാൻ സുഖമായിരിക്കുന്നു. നിങ്ങളോ? ദയവായി കിടക്ക് വിരിക്കുക. മേക്ക് ദ ബെഡ് പ്ലീസ്. കിടക്ക് വിരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മേക്ക് ദ ബെഡ്. മേക്ക് ദ ബെഡ് പ്ലീസ്. ദയവായി കിടക്ക് വിരിക്കുക. ലഗേജ് തുറക്കുക. അൺപാക്ക് ദ ലഗേജ്. തുറക്കുക അല്ലെങ്കിൽ അഴിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അൺപാക്ക്. അൺപാക്ക് ദ ലഗേജ്. ലഗേജ് തുറക്കുക. സൂചിയിൽ നൂല് കോർക്കുക. ത്രെഡ് ദ നീഡിൽ. സൂചി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നീഡിൽ. നൂല്, ത്രെഡ്. ത്രെഡ് ദ നീഡിൽ. സൂചിയിൽ നൂല് കോർക്കുക. മെഴുകുതിരി ഊതുക. ബ്ലോ ഔട്ട് ദ ക്യാൻഡിൽ. ഊതുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബ്ലോ. മെഴുകുതിരി, ക്യാൻഡിൽ. ബ്ലോ ഔട്ട് ദ ക്യാൻഡിൽ. മെഴുകുതിരി ഊതുക. പോയി സ്വയം ആസ്വദിക്കുക. ഗോ ആൻഡ് എൻജോയ് യുവർ സെൽഫ്. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ആസ്വദിക്കുക, എൻജോയ്. സ്വയം, യുവർ സെൽഫ്. ഗോ ആൻഡ് എൻജോയ് യുവർ സെൽഫ്. പോയി സ്വയം ആസ്വദിക്കുക. നിങ്ങളുടെ ഷൂസ് അഴിച്ചു മാറ്റുക. ടേക്ക് ഓഫ് യുവർ ഷൂസ്. അഴിച്ചു മാറ്റുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് യുവർ ഷൂസ്. നിങ്ങളുടെ ഷൂസ് അഴിച്ചു മാറ്റുക. നാരങ്ങ പിഴിയുക അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞെടുക്കുക. സ്ക്യൂസ് ദ ലെമൺ. പിഴിയുക അല്ലെങ്കിൽ പിഴിഞ്ഞെടുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്ക്യൂസ്. സ്ക്യൂസ് ദ ലെമൺ. നാരങ്ങ പിഴിഞ്ഞെടുക്കുക. അവനെ വിളിക്കുക. റിംഗ് ഹിം അപ്പ്. വിളിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിംഗ് അപ്പ്. അവനെ, ഹിം. റിംഗ് ഹിം അപ്പ്. അവനെ വിളിക്കുക. രാവിലെ 6 മണിക്ക് അലാറം സെറ്റ് ചെയ്യുക. സെറ്റ് ദ അലാം അറ്റ് 6 AM. അലാറം വെക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സെറ്റ് ദ അലാം. സെറ്റ് ദ അലാം അറ്റ് 6 AM. രാവിലെ 6 മണിക്ക് അലാം വയ്ക്കുക. നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ജോഡിയായി മത്സരിക്കുക. പെയർ അപ്പ് ആൻഡ് കോമ്പീറ്റ്. മത്സരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കോമ്പീറ്റ്. ജോഡിയാകുക, പെയർ അപ്പ്. പെയർ അപ്പ് ആൻഡ് കോമ്പീറ്റ്. ജോഡിയായി മത്സരിക്കുക. പെൻസിൽ കൊണ്ട് എഴുതരുത്. ഡോണ്ട് റൈറ്റ് വിത്ത് എ പെൻസിൽ. എഴുതുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റൈറ്റ്. ഡോണ്ട് റൈറ്റ് വിത്ത് എ പെൻസിൽ. പെൻസിൽ കൊണ്ട് എഴുതരുത്. ചെരുപ്പിടാതെ നഗ്നപാദത്തോടെ നടക്കരുത്. ഡോണ്ട് വോക്ക് ബെയർഫൂട്ട്. നടക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വോക്ക്.
ചെരുപ്പിടാതെ അല്ലെങ്കിൽ നഗ്നപാദത്തോടെ അല്ലെങ്കിൽ വെറും കാലുകളോടെ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ബെയർ ഫൂട്ട്. മനുഷ്യനെ പോലെ ജീവിക്കുക, ലിവ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. ജീവിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലിവ്. മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്. ലിവ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്, മനുഷ്യനെ പോലെ ജീവിക്കുക. കേരളത്തിലുള്ള ആളുകൾ വളരെ നല്ലവരാണ്. പീപ്പിൾ ഇൻ കേരള ആർ സോ ഗുഡ്. ആളുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പീപ്പിൾ. വളരെ നല്ലതാണ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സോ ഗുഡ്. പീപ്പിൾ ഇൻ കേരള ആർ സോ ഗുഡ്. കേരളത്തിലുള്ള ആളുകൾ വളരെ നല്ലവരാണ്. ജീവനക്കാർ അവരുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ദ എംപ്ലോയീസ് സ്റ്റേജ്ഡ് എ പ്രൊട്ടസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഓഫീസ്. ജീവനക്കാർ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എംപ്ലോയീസ്. പ്രതിഷേധ പ്രകടനം, പ്രൊട്ടസ്റ്റ്. നടത്തുക അല്ലെങ്കിൽ അരങ്ങേറുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റേജ്. ഓഫീസിന് മുന്നിൽ, ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഫീസ്. ദി എംപ്ലോയീസ് സ്റ്റേജ്ഡ് എ പ്രൊട്ടസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഓഫീസ്. ജീവനക്കാർ അവരുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കുറ്റാരോപിതനായ അംഗത്തിൻ്റെ രാജി അവർ ആവശ്യപ്പെടുന്നു. ദേ ഡിമാൻഡ് ദി അക്യൂസ്ഡ് മെമ്പേഴ്സ് റെസിഗ്നേഷൻ. ആവശ്യപ്പെടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡിമാൻഡ്. കുറ്റാരോപിതൻ, അക്യൂസ്ഡ്. അംഗം, മെമ്പർ. രാജി, റെസിഗ്നേഷൻ. ദേ ഡിമാൻഡ് ദി അക്യൂസ്ഡ് മെമ്പേഴ്സ് റെസിഗ്നേഷൻ. കുറ്റാരോപിതനായ അംഗത്തിൻ്റെ രാജി അവർ ആവശ്യപ്പെടുന്നു. ഈ മാസം അവൻ കൂടുതൽ സമ്പാദിച്ചു. ഹി മെയ്ഡ് മോർ ഏണിങ്സ് ദിസ് മന്ത്. സമ്പാദ്യം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഏണിംഗ്. ഈ മാസം, ദിസ് മന്ത്. കൂടുതൽ, മോർ. ഹി മെയ്ഡ് മോർ ഏണിങ്സ് ദിസ് മന്ത്. ഈ മാസം അവൻ കൂടുതൽ സമ്പാദിച്ചു. ഞങ്ങൾക്കൊരു തുമ്പ് ലഭിച്ചു, അന്വേഷണവുമായി മുന്നോട്ട് പോയി. വി ഗോട്ട് എ ലീഡ് ആൻഡ് പ്രൊസീഡഡ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ. തുമ്പ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലീഡ്. ലഭിക്കുക, ഗെറ്റ്. ലഭിച്ചു, ഗോട്ട്. മുന്നോട്ട് പോകുക, പ്രൊസീഡ്. അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ. വി ഗോട്ട് എ ലീഡ് ആൻഡ് പ്രൊസീഡഡ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ. ഞങ്ങൾക്ക് ഒരു തുമ്പ് ലഭിച്ചു, അന്വേഷണവുമായി മുന്നോട്ട് പോയി. ഈ സംഭവം ബസ്സിൽ യാത്രക്കാർ തളർന്നു വീഴുന്ന 10ാമത്തെ സംഭവമാണ്. ദിസ് ഇൻസിഡൻറ്റ് മാർക്സ് ദ 10th ഇൻസിഡൻറ്റ് ഓഫ് പാസഞ്ചേഴ്സ് ഫെയിൻറ്റിംഗ് ഓൺ ദ ബസ്. സംഭവം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇൻസിഡൻറ്റ്. അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ രേഖപ്പെടുത്തുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മാർക്ക്. യാത്രക്കാർ, പാസഞ്ചേഴ്സ്. തളർന്നു വീഴുക, ഫെയിൻറ്റ്. ദിസ് ഇൻസിഡൻറ്റ് മാർക്സ് ദ 10th ഇൻസിഡൻറ്റ് ഓഫ് പാസഞ്ചേഴ്സ് ഫെയിൻറ്റിംഗ് ഓൺ ദ ബസ്. ഈ സംഭവം ബസ്സിൽ യാത്രക്കാർ തളർന്നു വീഴുന്ന 10ാമത്തെ സംഭവമാണ്. നമുക്കൊരു അയൽ സംസ്ഥാനത്തേക്ക് പോകണം. വി ഹാവ് ടു ഗോ ടു എ നെയ്ബറിംഗ് സ്റ്റേറ്റ്. പോകുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗോ. അയൽ സംസ്ഥാനം, നെയ്ബറിംഗ് സ്റ്റേറ്റ്. വി ഹാവ് ടു ഗോ ടു എ നെയ്ബറിംഗ് സ്റ്റേറ്റ്. നമുക്കൊരു അയൽ സംസ്ഥാനത്തേക്ക് പോകണം. ഏതെങ്കിലും ഘട്ടത്തിൽ പുതിയ സൂചനകൾ ലഭിച്ചാൽ ഏജൻസി അത് വീണ്ടും ഏറ്റെടുക്കും. ഇഫ് ന്യൂ ക്ലൂസ് എമർജ് അറ്റ് എനി പോയിന്റ് ദ ഏജൻസി വിൽ ടേക്ക് ഇറ്റ് അപ്പ് അഗെയിൻ. സൂചനകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ക്ലൂസ്. ഉയർന്നു വരിക അല്ലെങ്കിൽ വെളിപ്പെടുക അല്ലെങ്കിൽ ഉദിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എമർജ്. ഏതെങ്കിലും ഘട്ടത്തിൽ, അറ്റ് എനി പോയിന്റ്. വീണ്ടും ഏറ്റെടുക്കുക, ടേക്ക് ഇറ്റ് അപ്പ് അഗെയിൻ. ഇഫ് ന്യൂ ക്ലൂസ് എമർജ് അറ്റ് എനി പോയിന്റ് ദ ഏജൻസി വിൽ ടേക്ക് ഇറ്റ് അപ്പ് അഗെയിൻ. ഏതെങ്കിലും ഘട്ടത്തിൽ പുതിയ സൂചനകൾ ലഭിച്ചാൽ ഏജൻസി അത് വീണ്ടും ഏറ്റെടുക്കും. വിനോദസഞ്ചാര മേഖലയിൽ നിന്നുള്ള വരുമാനം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള സാമ്പത്തിക ഉത്തരവാദിത്ത പരിപാടിയുടെ ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത്. സച്ച് എ പ്ലാൻ വാസ് ഡിവൈസ്ഡ് ആസ് പാർട്ട് ഓഫ് ദ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാം ഓഫ് ബ്രിങ്ങിംഗ് ദ ഇൻകം ഫ്രം ദ ടൂറിസം സെക്ടർ ടു ദി ഗ്രാസ് റൂട്ട്സ്. വിനോദസഞ്ചാര മേഖല എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടൂറിസം സെക്ടർ. വരുമാനം, ഇൻകം. താഴെത്തട്ട്, ഗ്രാസ് റൂട്ട്. എത്തിക്കുക, ബ്രിങ്. പരിപാടി, പ്രോഗ്രാം. സാമ്പത്തിക ഉത്തരവാദിത്വം, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഭാഗം, ആസ് എ പാർട്ട്. ആവിഷ്കരിക്കുക, ഡിവൈസ്. പദ്ധതി, പ്ലാൻ. Such a plan was devised as a part of the financial responsibility program of bringing the income from the tourism sector to the grassroots. വിനോദസഞ്ചാര മേഖലയിൽ നിന്നുള്ള വരുമാനം താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള സാമ്പത്തിക ഉത്തരവാദിത്വ പരിപാടിയുടെ ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത്.
കോവിഡ് കാരണം അതിർത്തികൾ അടച്ചു. ദ ബോർഡേഴ്സ് വെയർ ക്ലോസ്ഡ് ഡ്യൂ ടു കോവിഡ്. കാരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡ്യൂ ടു. അതിർത്തികൾ ബോർഡേഴ്സ്, അടയ്ക്കുക ക്ലോസ്. ദ ബോർഡേഴ്സ് വെയർ ക്ലോസ്ഡ് ഡ്യൂ ടു കോവിഡ്. കോവിഡ് കാരണം അതിർത്തികൾ അടച്ചു. പ്രധാന റോഡുകളിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം മിക്ക സഞ്ചാരികളും ഇടവഴികളാണ് ഇഷ്ടപ്പെടുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ട്രാവലിംഗ് ത്രൂ മെയിൻ റോഡ്സ്, മോസ്റ്റ് ട്രാവലേഴ്സ് പ്രിഫർ ദ ബൈ ലൈൻസ്. പ്രധാന റോഡുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മെയിൻ റോഡ്സ്. സഞ്ചരിക്കുക ട്രാവൽ, പകരം ഇൻസ്റ്റെഡ് ഓഫ്. സഞ്ചാരികൾ ട്രാവലേഴ്സ്, ഇഷ്ടപ്പെടുക പ്രിഫർ. ഇടവഴികൾ ബൈ ലൈൻസ്. ഇൻസ്റ്റെഡ് ഓഫ് ട്രാവലിംഗ് ത്രൂ മെയിൻ റോഡ്സ്, മോസ്റ്റ് ട്രാവലേഴ്സ് പ്രിഫർ ദ ബൈ ലൈൻസ്. പ്രധാന റോഡുകളിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം മിക്ക സഞ്ചാരികളും ഇടവഴികളാണ് ഇഷ്ടപ്പെടുന്നത്. ബസ് എത്തുന്നതിന് തൊട്ടുമുമ്പ് ഒരാൾ ബോധരഹിതനായി. എ മാൻ ഫെയിൻറ്റഡ് ജസ്റ്റ് ബിഫോർ ദ ബസ് റീച്ച്ഡ്. എത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റീച്ച്. തൊട്ടുമുമ്പ് ജസ്റ്റ് ബിഫോർ. ബോധരഹിതനാകുക ഫെയിൻറ്റ്. എ മാൻ ഫെയിൻറ്റഡ് ജസ്റ്റ് ബിഫോർ ദ ബസ് റീച്ച്ഡ്. ബസ് എത്തുന്നതിന് തൊട്ടുമുമ്പ് ഒരാൾ ബോധരഹിതനായി. ഞങ്ങൾ അവരെ വിമർശിക്കില്ല. വി വിൽ നോട്ട് ക്രിട്ടിസൈസ് ദം. വിമർശിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ക്രിട്ടിസൈസ്. അവരെ ദം. വി വിൽ നോട്ട് ക്രിട്ടിസൈസ് ദം. ഞങ്ങൾ അവരെ വിമർശിക്കില്ല. ബസ്സിൽ അനുഭവപ്പെടുന്ന കനത്ത തിരക്ക് കാരണം യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. പാസഞ്ചേഴ്സ് ഫേസ് ഇമ്മൻസ് ഹാർഡ്ഷിപ്സ് ഡ്യൂ ടു ഹെവി റഷ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ബസ്. അനുഭവപ്പെടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എക്സ്പീരിയൻസ്. കനത്ത തിരക്ക് ഹെവി റഷ്. കാരണം ഡ്യൂ ടു. യാത്രക്കാർ പാസഞ്ചേഴ്സ്. വലിയ ബുദ്ധിമുട്ടുകൾ ഇമ്മൻസ് ഹാർഡ്ഷിപ്സ്. നേരിടുക ഫേസ്. പാസഞ്ചേഴ്സ് ഫേസ് ഇമ്മൻസ് ഹാർഡ്ഷിപ്സ് ഡ്യൂ ടു ഹെവി റഷ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ബസ്. ബസ്സിൽ അനുഭവപ്പെടുന്ന കനത്ത തിരക്ക് കാരണം യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. തൻ്റെ പ്രസംഗത്തിലെ വിവാദ ഭാഗങ്ങൾ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാണ്. ഹീ ഈസ് റെഡി ടു വിഡ്രോ ദ കോൺട്രവേഴ്സ്യൽ പാർട്സ് ഓഫ് ഹിസ് സ്പീച്ച്. പ്രസംഗം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്പീച്ച്. വിവാദ ഭാഗങ്ങൾ കോൺട്രവേഴ്സ്യൽ പാർട്സ്. പിൻവലിക്കുക വിഡ്രോ. തയ്യാറാകുക റെഡി. ഹീ ഈസ് റെഡി ടു വിഡ്രോ ദ കോൺട്രവേഴ്സ്യൽ പാർട്സ് ഓഫ് ഹിസ് സ്പീച്ച്. തൻ്റെ പ്രസംഗത്തിലെ വിവാദ ഭാഗങ്ങൾ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാണ്. ഇടവഴികളിലൂടെയുള്ള യാത്ര ആളുകൾക്ക് ഭൂപ്രദേശം യാഥാർത്ഥ്യബോധത്തോടെ അനുഭവിക്കാൻ അവസരം നൽകുന്നു. ട്രാവലിംഗ് ത്രൂ ബൈ ലൈൻസ് ഗീവ്സ് പീപ്പിൾ എ ചാൻസ് ടു എക്സ്പീരിയൻസ് ദ ലേ ഓഫ് ദ ലാൻഡ് റിയലിസ്റ്റിക്കലി. ഇടവഴികൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബൈ ലൈൻസ്. യാത്ര ചെയ്യുക ട്രാവൽ. യാഥാർത്ഥ്യബോധത്തോടെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോടെ. റിയലിസ്റ്റിക്കലി. അനുഭവിക്കുക എക്സ്പീരിയൻസ്. അവസരം ചാൻസ്. നൽകുക ഗീവ്. ട്രാവലിംഗ് ത്രൂ ബൈ ലൈൻസ് ഗീവ്സ് പീപ്പിൾ എ ചാൻസ് ടു എക്സ്പീരിയൻസ് ദ ലേ ഓഫ് ദി ലാൻഡ് റിയലിസ്റ്റിക്കലി. ഇടവഴികളിലൂടെയുള്ള യാത്ര ആളുകൾക്ക് ഭൂപ്രദേശം യാഥാർത്ഥ്യബോധത്തോടെ അനുഭവിക്കാൻ അവസരം നൽകുന്നു. സർക്കാരിനെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് അദ്ദേഹം വിമർശനം നേരിട്ടു. ഹി ഫേസ്ഡ് ക്രിറ്റിസിസം ഫ്രം വേരിയസ് ഗ്രൂപ്പ്സ് ഫോർ ഹിസ് റിമാർക്സ് അഗൈൻസ്റ്റ് ദ ഗവൺമെൻറ്. സർക്കാരിനെതിരെ അഗൈൻസ്റ്റ് ദ ഗവൺമെൻറ്. പരാമർശങ്ങൾ റിമാർക്സ്. വിവിധ ഗ്രൂപ്പുകൾ വേരിയസ് ഗ്രൂപ്പ്സ്. വിമർശനം ക്രിറ്റിസിസം. നേരിടുക ഫേസ് നേരിട്ടു ഫേസ്ഡ്. ഹി ഫേസ്ഡ് ക്രിറ്റിസിസം ഫ്രം വേരിയസ് ഗ്രൂപ്പ്സ് ഫോർ ഹിസ് റിമാർക്സ് അഗൈൻസ്റ്റ് ദ ഗവൺമെൻറ്. സർക്കാരിനെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് അദ്ദേഹം വിമർശനം നേരിട്ടു. അവർ പരമ്പരാഗത ക്രിസ്മസ് പുതുവത്സര ഉച്ചഭക്ഷണത്തിൽ പങ്കെടുത്തു. ദേ അറ്റൻഡഡ് ദ കസ്റ്റമറി ക്രിസ്മസ് ന്യൂ ഇയർ ലഞ്ച്. പരമ്പരാഗതം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കസ്റ്റമറി. ഉച്ചഭക്ഷണം ലഞ്ച്. പങ്കെടുക്കുക അറ്റൻഡ് പങ്കെടുത്തു അറ്റൻഡഡ്. ദേ അറ്റൻഡഡ് ദ കസ്റ്റമറി ക്രിസ്മസ് ന്യൂ ഇയർ ലഞ്ച്. അവർ പരമ്പരാഗത ക്രിസ്മസ് പുതുവത്സര ഉച്ചഭക്ഷണത്തിൽ പങ്കെടുത്തു. അടുത്ത ഘട്ടത്തിൽ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും പരിശീലനം നൽകും. ഇൻ ദ നെക്സ്റ്റ് ഫേസ് ട്രെയിനിങ് വിൽ ഓൾസോ ബി ഗിവൺ ടു ദ ഇലക്ട്രിക് വെഹിക്കിൾ ഡ്രൈവേഴ്സ് വിത്ത് ദ എയിം ഓഫ് റെഡ്യൂസിംഗ് പൊല്യൂഷൻ. അടുത്ത ഘട്ടത്തിൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻ ദ നെക്സ്റ്റ് ഫേസ്. മലിനീകരണം പൊല്യൂഷൻ. കുറയ്ക്കുക റെഡ്യൂസ്. ലക്ഷ്യം
aim. പരിശീലനം, training. In the next phase, training will also be given to the electric vehicle drivers with the aim of reducing pollution. അടുത്ത ഘട്ടത്തിൽ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇലക്ട്രിക് വാഹന ഡ്രൈവർമാർക്കും പരിശീലനം നൽകും. പോലീസിന്റെ തുടക്കത്തിലുള്ള അലംഭാവം അന്വേഷണത്തെ ബാധിച്ചതായി അവന്റെ പിതാവ് ആരോപിച്ചു. His father alleged the initial laxity of the police marred the probe. തുടക്കം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇനിഷ്യൽ. അലംഭാവം ലാക്സിറ്റി. അന്വേഷണം പ്രോബ്. ബാധിക്കുക മാർ. ആരോപിക്കുക അലേജ്. ആരോപിച്ചു അലേജ്ഡ്. ഹിസ് ഫാദർ അലേജ്ഡ് ദ ഇനിഷ്യൽ ലാക്സിറ്റി ഓഫ് ദ പോലീസ് മാർഡ് ദ പ്രോബ്. പോലീസിൻ്റെ തുടക്കത്തിലുള്ള അലംഭാവം അന്വേഷണത്തെ ബാധിച്ചതായി അവൻ്റെ പിതാവ് ആരോപിച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് ഈ സംഭവം. ദിസ് ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് ഓൺ ട്യൂസ്ഡേ മോർണിംഗ്. സംഭവം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇൻസിഡൻറ്റ്. സംഭവിക്കുക ഹാപ്പൻ. സംഭവിച്ചു ഹാപ്പൻഡ്. ദിസ് ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് ഓൺ ട്യൂസ്ഡേ മോർണിംഗ്. ചൊവ്വാഴ്ച രാവിലെയാണ് ഈ സംഭവം. നമ്മളിതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.